എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. കാളികാവ് ചെങ്കോട് പാലത്തിലെ ഗതാഗത കുരുക്ക് കാരണം യാത്രക്കാർ വലഞ്ഞു. ഇടുങ്ങിയ പാലത്തിന്റെ ഇരുഭാഗവും റോഡ് തകർന്നു വലിയ കുഴികളായതാണ് ഗതാഗത കുരുക്കിന് പ്രധാന കാരണം. പോലീസും നാട്ടുകാരും ചേർന്നാണ് ഗതാഗതം നിയന്ത്രിച്ചത്. പാലം വീതി കൂട്ടി പുതുക്കി പണിയാൻ ടെൻഡർ പൂർത്തിയായെങ്കിലും പ്രവൃത്തി ഇനിയും ആരംഭിച്ചിട്ടില്ല. ഇപ്പോ ഇത് കാളികാവ് ചെങ്കോടിലെ പാലാണ്. ഇവിടുത്തെ റോഡ് പണി കഴിഞ്ഞതിന് ശേഷം ഈ പാലം കൂടുതൽ ബ്ലോക്ക് ആയിക്കാണ്. ഇവിടെ റോഡുകാർ മാന്തിട്ട് പോയിക്കാണ്. റോഡിന്റെ പണി കഴിഞ്ഞിട്ടില്ല ഫുള്ളായിട്ട്. കൂട്ടത്തിൽ തന്നെ പാലത്തിന്റെ പണി കഴിഞ്ഞിട്ടില്ല. 10 വർഷത്തോളം ഈ അവസ്ഥയിലാണ് ഈ പാലം കിടക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിലായിരുന്നു പാണ്ടിക്കാട് കാക്കത്തോട് പാലത്തിന്റെ എസ്റ്റിമേറ്റും പ്ലാനും വർക്കും ഒക്കെ പ്രഖ്യാപിച്ചിരുന്നത്. ആ പാലം പണി കഴിഞ്ഞ് പ്രഖ്യാപിച്ച് എത്ര വർഷങ്ങളായി ഉപയോഗിക്കാൻ തുടങ്ങി. ഈ പാലത്തിന്റെ എസ്റ്റിമേറ്റ് ആയി FSI ESI എന്നല്ലാതെ നമ്മുടെ വകുപ്പ് ഇപ്പോഴത്തെ മിനിസ്റ്റർ അടക്കം നമ്മുടെ വകുപ്പ് MLA ആണ് അലുകുമാർ അടക്കം പറയാന്നല്ലാതെ ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. ഒരു JCB ഇറ്റാച്ചോ മാക്സിമം ബംഗാളി പോലും ഇവിടെ വന്നിട്ടില്ല. ഈ നാട്ടുകാർ ഇവിടെ ഓണാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും പെരുന്നാളാണെങ്കിലും ഞായറാഴ്ച ആണെങ്കിലും ഇവിടെ റോഡ് നിയന്ത്രിക്കുകയാണ്, ട്രാഫിക് നിയന്ത്രിക്കുകയാണ്. അത്രയും കഷ്ടപ്പെട്ട് ഇന്നൊക്കെ മയത്താണ് ഇവിടുത്തെ കുട്ടികൾക്ക് കഷ്ടപ്പെട്ട് നിയന്ത്രിക്കുന്നത്. കിലോമീറ്ററുകളോളം വരികയാണ് കാളികാവ് കരുവാരൻ്റെ റോട്ടിൽ. ജനങ്ങൾ എത്ര കഷ്ടപ്പെടുന്നുണ്ട്? എന്താ ഈ കഷ്ടപ്പെടേണ്ട ആവശ്യം? ഇത് അധികാരികളുടെ ഉത്തരവാദിത്തപരമായ കാരണം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇവിടെ തൽക്കാലം ഒരു JCB ടിപ്പറോഡ് ബെസ്റ്റ്മാർ PWന്റെ കോറി വേസ്റ്റും റോഡ് വേസ്റ്റും ഒക്കെ ഉണ്ട്. അതൊന്നും ഇട്ട് നിരത്തിയാൽ തന്നെ ഇവിടെ ജനങ്ങൾക്ക് വളരെ ഉപകാരവും. അതുപോലും ഇവർ ചെയ്യണില്ല. നമ്മൾ എല്ലാവരും പഞ്ചായത്തിനായിട്ട് ബന്ധപ്പെട്ടു, MLA ബന്ധപ്പെട്ടു, അധികാരികളോടൊക്കെ നിരന്തരം ഈ നാട്ടുകാർ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ ആരും ചെവിക്കൊള്ളുന്നില്ല എന്നുള്ള സത്യം. ഇതിനി എവിടെ പ്രതിഷേധിക്കണം, എങ്ങനെ ചെയ്യണം എന്ന് നാട്ടുകാർക്ക് അറിയില്ല. ഇപ്പൊ ഞങ്ങൾ ഇനി ഹർത്താൽ ബന്ധമൊക്കെ ഇവിടെ നടത്തും. അവിടേക്കാണ് ഇവിടുത്തെ അവസ്ഥ വരുന്നത്. പാലത്തിന്റെ ഇരുപുറങ്ങളിലെയും റോഡിന്റെ നിർമ്മാണം കഴിഞ്ഞ് 2 വർഷമായി. എന്നാൽ മലയോര ഹൈവേയിലെ കാളികാവ് ചെങ്കോട് പാലവും കല്ലാമൂല പാലവും ഇതുവരെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല. 1936 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലം കാലപ്പഴക്ക കാരണം ജീർണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പാലത്തിന്റെ ഇരുഭാഗവും റോഡ് തകർന്ന് വലിയ കുഴികളായി മാറിയിരിക്കുകയാണ്. കുഴികളിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. ബൈക്ക് യാത്രക്കാരാണ് പ്രധാനമായും അപകടത്തിൽപ്പെടുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം 3 മണിയോടെ ആരംഭിച്ച ഗതാഗത കുരുക്ക് രാത്രി 10 മണിക്ക് ശേഷമാണ് സാധാരണ നിലയിലായത്. ഞങ്ങൾ 2 വർഷമായി ഞങ്ങൾ അനുഭവിക്കുന്നു. ഇത് ജനങ്ങൾ വന്നിട്ട് എത്ര ആൾക്കാർ ബുക്കിനുണ്ടോ? ഫാമിലിയൊക്കെ വന്നിട്ട് പെൺകുട്ടികൾ വന്നിട്ട് ബുക്കുണ്ട് കാര്യങ്ങൾ. ഈ ബ്ലോക്ക് ഇപ്പോൾ ഇന്ന് 4 മണി മുതലല്ല 3 മണി മുതൽ ബ്ലോക്കാണിത്. ഈ ബ്ലോക്കിങ് ആയാലും എങ്ങനെ ജനങ്ങളോട് പോവുക? ഈ പാലത്തുമ്പോൾ ഒരു വണ്ടി കയറിയാൽ പിന്നെ ഒരു വണ്ടിക്കവിടെ പോകാൻ ഗ്യാപ്പില്ല. ഇത് ഈ അധികാരികളിൽ നിന്ന് കണ്ണു തുറന്നത് കണ്ടാൽ ഇത് നമുക്ക് വലിയ ഉപകാരമായിരുന്നു. ഇത് നാട്ടിലെ ഞങ്ങൾക്കാണ് ഇത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങൾ. കാരണം 1-2 മണി എത്ര കിലോമീറ്റർ കണക്കിനാണ് ഇപ്പോൾ ഇവിടെ ബ്ലോക്ക് കിടക്കുന്നത്. 1-2 മണി 100,000 കണക്കിന് വണ്ടികളൊപ്പം ആയി. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററിൻ്റെ അപ്പുറത്തേക്ക് ബ്ലോക്കാണ്. അതേപോലെ ചെങ്കോട് വരെ ബ്ലോക്കാണ്. ഈ ബ്ലോക്കൊക്കെ എന്ന് തീർന്നിട്ട് ഇപ്പോൾ സമയം 8 മണിയാകാനായി. 7 മണി കഴിഞ്ഞു. 3 മണിക്ക് തുടങ്ങിയ ബ്ലോക്കാത്. ഈ ജനങ്ങൾ ഇവിടെ മഴയും കൊണ്ടുവിടെ നിൽക്കുക. ഇത് നമ്മൾ അധികാരികൾ കണ്ണു തുറന്ന് കാണുക. അതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. ഭാരമുള്ള വാഹനങ്ങൾ ഏറെക്കാലമായി ഈ വഴിക്കുള്ള യാത്ര തന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇതുമൂലം പെട്രോൾ പമ്പ് ഉടമകൾക്കും മറ്റും ഉണ്ടാകുന്നത്. പാലത്തിന്റെ ഇരുപുറത്തെയും കുഴികൾ താൽക്കാലികമായെങ്കിലും പരിഹരിച്ച് ഗതാഗത സൗകര്യമൊരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. ഇപ്പോൾ വീനസ് സൈക്കിളിൽ വിഷു ഓഫറുകൾ. വീനസ് സൈക്കിൾ പാർക്ക് ആൻഡ് ടോയ്സ്, കാളികാവ് റോഡ്, വാണിയമ്പലം. ഫോൺ 9605 90 9338.